വീട്ടിലിരുന്നിങ്ങനെ കുറേ ബോറടിച്ച് വിചാരിച്ചെന്ന് ഒന്ന് പുറത്ത് പോയാലും പുറത്ത് പോയപ്പോൾ നല്ല ആകാശവും നല്ല ക്ലൈമറ്റും നല്ല പച്ചപ്പരവതാനി പോലത്തെ ആകാശം. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് അങ്ങ് ഇറങ്ങി. വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ എങ്ങോട്ടേക്കാണെന്ന് ഒരു വലിയ പ്ലാനൊന്നുമില്ല, പക്ഷെ അങ്ങ് ഇറങ്ങി. ഈ പച്ചപ്പരവതാനിയും നീലാകാശവും വെള്ളമൊക്കെ കാണുമ്പോൾ മനസ്സിനെന്തോ കുളിർമയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, പിന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. ഞങ്ങളല്ല, ഞങ്ങളിതങ്ങ് പറഞ്ഞു പോകും. അതാണ് കോഴിക്കോട്ടുകാരുടെ ഒരു പ്രത്യേകത. അപ്പം ബീച്ചിലേക്ക് പോയി അവിടുന്ന് ഇങ്ങനെ ആകാശവും കടലും നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം വേറെ ലെവലാണ്. അപ്പം ആകാശവും കടലും പിന്നെ എനിക്കെന്നല്ല ചിലർക്കുള്ള സ്വഭാവമാണ് ഈ ബീച്ചിലെത്തിയാൽ എന്തെങ്കിലും ചോക്ലേറ്റ് ഐറ്റംസ് കഴിച്ചിട്ട് അതിങ്ങനെ തിന്നുകൊണ്ട് ഇങ്ങനെ ആസ്വദിക്കുക. അന്നേരം നമ്മളെ എല്ലാ വിഷമങ്ങളും ഒക്കെ സങ്കടങ്ങളൊക്കെ മാറും. പിന്നെ അവിടെയുള്ള ഉപ്പിലിട്ടത് കഴിക്കാണ്ട് ബീച്ചിൽ നിന്ന് ഒരു വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എല്ലാം കഴിക്കും. പിന്നെ അവിടെ കുറച്ച് നേരം കൂടി നിന്ന് അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കണ്ട് കുട്ടിക്കാലം ഇങ്ങനെ ഓർമ്മയായി. പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി നേരം കുത്തിരിക്കാൻ വിചാരിച്ചിട്ട് വെള്ളത്തിലിറങ്ങി കളിച്ച്. ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ആരുമില്ലല്ലോ, പക്ഷെ ഒറ്റയ്ക്ക് പോയിട്ടുള്ള വൈബ് വേറെ തന്നെയാണ്. നമ്മൾ മാത്രം അമ്മക്ക് വേണ്ടി എവിടെയെങ്കിലും പോവുക, നിൽക്കുക, കഴിക്കുക ഒക്കെ ഭയങ്കര നമ്മളോട് തന്നെ കാണിക്കുന്ന ഒരു സെൽഫ് ലവ് കൈൻഡ് ഓഫ് സാധനമാണ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓഫ് കോഴ്സ് വീട്ടുകാരോട് പോകുമ്പോൾ നല്ല സന്തോഷമായിരിക്കും, പക്ഷേ നമ്മളോട് തന്നെ ഒരു കൈൻഡ് ഓഫ് അറ്റാച്ച്മെൻറ്റ് തോന്നും. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ബിരിയാണി ആയിരുന്നു ഇന്ന് വെച്ചത്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ എന്താക്കി, പിന്നെ കഴിക്കാമെന്നുള്ളതിൽ വൈകുന്നേരം എടുത്തിട്ട് ബിരിയാണി കഴിച്ചു. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് നേരം വാങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പിന്നെ ബാക്കി നാളെ.